റെക്കമെൻഡ് തേടുകയാ ഒരു വേലക്കാരിയെ യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, അലിയേ നീ എന്ത് വിചാരിച്ചു അലിയേ? ഫാത്തിമ നീ എന്ത് വിചാരിച്ചു ഫാത്തിമ? ഇവിടെ മദീന പള്ളിയിൽ സുഫത്തിന്റെ അഹ്ലുകാരായി എല്ലാം വെടിഞ്ഞുകൊണ്ട് ഇൽമു പഠിക്കാൻ പട്ടിണി പാവങ്ങളായ കുറെ മുതഅല്ലിമീങ്ങൾ ഉണ്ടാകുമ്പോൾ ഉള്ള സമ്പത്ത് മുഴുവനും വിറ്റിട്ടത് കാശാക്കിയിട്ട് അവരെ ഭക്ഷണത്തിന് വേണ്ടി വിനിയോഗിച്ചിട്ടും തികയാതെ വരുമ്പോ യുദ്ധത്തിന് കിട്ടിയിട്ടുള്ള ഗനീമത്ത് സ്വത്ത് ഞാൻ നിങ്ങൾക്ക് തരുകയാണോ? നിങ്ങൾക്ക് തരാനാണോ നിങ്ങൾ ആവശ്യപ്പെടുന്നത്? നീ എന്താണ് എന്നെ കുറിച്ച് ചിന്തിച്ചത് അലിയേ? ഇല്ല ഇല്ല, യുദ്ധത്തിൽ നിന്ന് പിടിച്ചെടുക്കപ്പെട്ട സമ്പത്തിൽ നിന്ന് ഒന്നും തന്നെ ഞാൻ നിങ്ങൾക്കും ഫാത്തിമാക്കും തരില്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മന്ത്രിയായി കഴിഞ്ഞാൽ ഉടനെ തന്നെ എസ്റ്റേറ്റുകൾ വാങ്ങിക്കൂട്ടുന്നവരോ, പ്രവിശാലമായ പറമ്പുകൾ വാങ്ങിക്കൂട്ടുന്നവരോ, അല്ലാ സ്വന്തം അധ്വാനിച്ച പണമോ, കുടുംബത്തിൽ അനന്തരമായി കിട്ടിയ പണമോ, ഹലാലായ മാർഗത്തിൽ കിട്ടിയ പണമോ ആണ് എങ്കിൽ ഈ ശംസുൽ ഉലമയുടെ നഗരിയിൽ വെച്ച് ഞാൻ അതിനെ വിമർശിക്കുകയല്ല. അല്ലാത്ത പണം കൊണ്ട്, പാവങ്ങളുടെ പണം പിഴിഞ്ഞുകൊണ്ട് ചൂഷണം ചെയ്ത് പാവങ്ങളുടെ രക്തം കുടിച്ചുകൊണ്ട് വയറ് വീർപ്പിക്കുന്ന എല്ലാവരും കണ്ണു തുറക്കണേ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഇല്ല ഇല്ല, യുദ്ധത്തിൽ നിന്ന് പിടിക്കപ്പെട്ട സമ്പത്ത് എന്റെ വീട്ടിൽ ചെലവഴിക്കാനുള്ളതല്ല, മകളെ കെട്ടിച്ചവന് കൊടുക്കാനുള്ളതല്ല, അത് പട്ടിണി പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ വിനിയോഗിക്കാനുള്ളതാണ് അലിയേ. വലിയ പ്രതീക്ഷയിൽ വന്നിട്ട് കനത്ത പ്രതീക്ഷിക്കാത്ത തിരിച്ചടി കിട്ടിയപ്പോൾ അലിയുടെ മനസ്സ് പിടക്കുകയാ, ഫാത്തിമയുടെ മുഖം മാറുകയാ, അറിയാതെ കണ്ണിൽ വെള്ളം നിറയുകയാ. ഫാത്തിമ കയ്യിന്റെ മുറിയിലേക്ക് മാറി മാറി നോക്കുകയാ. പൊന്നുപ്പാന്റെ സ്നേഹത്തെക്കുറിച്ച് കൂടുതൽ മതിപ്പുള്ള ഫാത്തിമ വാപ്പയെ കുറിച്ച് എതിരായിട്ട് ഒന്നും ചിന്തിച്ചിട്ടില്ല. വാപ്പയോട് സ്നേഹം ഒട്ടും കുറഞ്ഞിട്ടില്ല. പക്ഷെ സാഹചര്യം പ്രതീക്ഷിച്ചതിന് വിപരീതമായി കനത്ത തിരിച്ചടി ആയപ്പോ അസഹ്യമായ പ്രയാസത്തോടെ അത് മുഖത്ത് വെളിവാക്കിയിട്ട് ഫാത്തിമ അങ്ങ് ഇറങ്ങിപ്പോകുമ്പോ ഇത് ആയിഷ കാണുകയാണ്. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ വന്നത് നല്ല ചിരിയുള്ള മുഖമായിട്ടാ, പോകുമ്പോ എങ്ങനെ പോണത്. അപ്പൊ ആയിഷാബിക്ക് മനസ്സിലായി എന്തോ ഒരു പന്തികേട് ഉണ്ട് എന്ന്. ചിന്തിക്കണം, അള്ളാഹുവിന്റെ റസൂൽ സ്നേഹമില്ലാത്തോണ്ടാണോ ഈ ചെയ്തത്? അല്ല, അള്ളാഹുവിന്റെ റസൂൽ ഈ ചെയ്തത് ലോകത്തെ ഏറ്റവും വലിയ ആദിൽ മുഹമ്മദുർ റസൂലുള്ളാഹി. പക്ഷേ ആയിഷാബി അന്ന് രാത്രി ബെഡ്റൂമിൽ നിന്നൊരു കാര്യം ചോദിച്ചു. അപ്പോഴാണ് സ്നേഹം മനസ്സിലായത്. ബെഡ്റൂം എന്ന് ചോദിച്ചു, അല്ല ഫാത്തിമാനോട് നിങ്ങൾ എന്തേ പറഞ്ഞത്? ഫാത്തിമാനോട് നിങ്ങൾ എന്തേ പറഞ്ഞത്? അപ്പൊ റസൂൽ ചോദിച്ചു, എന്തേ? ഓള് തിരിച്ചു പോകുമ്പോ മുഖൊക്കെ വല്ലാത്ത വിഷമത്തിലാണല്ലോ തന്നെ. അപ്പൊ അല്ലാഹുവിന്റെ റസൂലിന് ഓർമ്മയായി തന്നെ. ഉടനെ ആയിഷാബിയുടെ മുമ്പ് എണീക്കണ് മുഹമ്മദ് മുസ്തഫ. ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ, ആയിഷാബിയുടെ മുമ്പ് എണീക്കുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നേരെ പോകുന്നു മകളുടെ വീട്ടിലേക്ക്, നേരെ പോകുന്നു മരുമകനും മകളും താമസിക്കുന്ന വീട്ടിലേക്ക്. അന്തിപാതിരാത്രിയിൽ കടന്നു ചെല്ലുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹാ, ഫാത്തിമ ബീവിയുടെ അടുക്കലേക്ക് പുന്നാര നബി ആയിഷയുടെ റളിയല്ലാഹു തആല അൻഹാ ഈ വർത്തമാനം കേട്ടപ്പോൾ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹായുടെ അടുക്കലേക്ക് നടന്നു നീങ്ങുന്നു ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ. മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസഖലൈനി വൽ ഫരീഖൈനി മിൻ അർദിൻ വമിൻ നജമി മൗലായ
لي وسلم دائما أبدا على حبيبك خير الخلق كلهم. രണ്ടു ലോകത്തിന്റെയും സയ്യിദായ പരിശുദ്ധ റസൂൽ നടന്നു പോവുകയാണ്. അർദ്ധരാത്രിയുടെ ഇരുട്ടിൽ ആയിഷാ ബീവിയുടെ പരാതി കേട്ടപ്പോൾ, ആയിഷാ ബീവിയുടെ ഉണർത്തൽ കേട്ടപ്പോൾ അല്ലാഹുവിന്റെ റസൂല് പ്രിയപുത്രിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. പ്രിയപുത്രിയുടെ വീട്ടിലേക്ക് പോവാണ്. അപ്പൊ നല്ല രസമാണ് അവിടെ. നിങ്ങൾ ചിന്തിക്കുക, സുബ്ഹാനല്ലാഹ്, ഒരു വേലക്കാരിയെ കിട്ടുന്നുള്ള പ്രതീക്ഷയിൽ വന്നിട്ട് കനത്ത തിരിച്ചടി കിട്ടിയപ്പോ തിരിച്ചു പോയിട്ട് ആ ഓല മേഞ്ഞുണ്ടാക്കി ഓല കൊണ്ട് മറിച്ച് പുല്ലുകൾ നിറച്ച തലയിണയിൽ രണ്ട് തല ഇങ്ങനെ കിടന്നിട്ട് ഉറങ്ങായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴുള്ളൊരവസ്ഥ നിങ്ങൾ ചിന്തിച്ചു നോക്കണേ. അപ്പോഴാണ് വാപ്പ വന്നിട്ട് കഥകിന് മുട്ടുന്നത്. ഏത് വാപ്പ? ഇവിടെ പണിക്കാരെ നിങ്ങൾക്ക് തരൂല, അതിന് വേണ്ടിയല്ല ഇപ്പോൾ ഇവിടെ പണിക്കാരെ കൊടുക്കുന്നത്, ഇത് മദീനയുള്ള പാവങ്ങൾക്ക് ചെലവഴിക്കാനാ, നിങ്ങൾക്ക് തരാനല്ല എന്ന് പറഞ്ഞ് ആ വാപ്പ ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വരികയാണ്. അപ്പോ നല്ല രസമുണ്ട്, ഫാത്തിമയും അലിയും കിടന്നിട്ടുണ്ട്. മുസ്തഫ നബി വന്ന് കഥ കൊട്ടിയപ്പോൾ ഫാത്തിമ ചാടി എണീച്ചിട്ട് സ്വാഗതം ചെയ്തു. അലിയാർ കിടന്നോടുന്ന് പുറപ്പ് മാറ്റിട്ട് ചാടുമ്പോൾ അല്ലാഹു പറഞ്ഞു, അവിടെ ഇരിക്കെ, എണീക്കരുത്, അവിടെ ഇരിക്കെ. അപ്പൊ അലിയാർ അങ്ങനെ കിടന്നു. ഇരിക്കാൻ പറഞ്ഞ ഇരിക്കാൻ അവിടെ ഇരിക്കും. അല്ലാഹുവിന്റെ റസൂൽ തന്റെ ഈ കാല്, വലത് കാൽ അലിയാരുടെ വയറ് കാണുന്നുണ്ട്. കാരണം കുപ്പായിട്ടിട്ടല്ലോ കിടക്കല്, അന്ന് അങ്ങനത്തെ ഒരു കുപ്പായം ഇല്ലല്ലോ. അപ്പൊ അലിയാരുടെ വയറ്റില് കാലിന്റെ വിരലൊക്കെ തട്ടിച്ചിട്ട് ഇങ്ങനെ ഒരു പ്രത്യേക ഇരുത്തായിരുന്നു. ഇടത് ഭാഗത്ത് ഫാത്തിമ ബീവി ഇങ്ങനെ നിർത്തി. അലിയാര് പിന്നെ പറഞ്ഞിട്ടുണ്ട്, റസൂലുള്ളാന്റെ ആ സ്നേഹം, റസൂലുള്ളാന്റെ ആ കാലിന്റെ വിരലുകൾ എൻ്റെ വയറ്റിൽ തട്ടിയപ്പോൾ എനിക്കൊരു പ്രത്യേക കുളിര്, ആ കുളിര് ഞാൻ മരിക്കണത് വരെ ഈ വയറ്റത്തുണ്ടായിരുന്നു എന്ന് അലി ഇബ്നു അബീ ത്വാലിബ്. എനിക്ക് ആ കാലിൻ്റെ വിരലിങ്ങനെ തട്ടിയപ്പോൾ ഒരു പ്രത്യേക കുളിര്, അത് ഞാൻ മരിക്കണ വരെ എൻ്റെ വയറ്റിൽ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അലിയാരുടെ അടുത്ത് റസൂൽ അങ്ങനെ നിൽക്കുക, ഫാത്തിമ അവനെ ഇടത്തിങ്ങനെ ഇരുത്തിക്കണ്. എന്നിട്ട് പറഞ്ഞു, ഫാത്തിമയുടെ കൈ പിടിച്ചിട്ട് ആ മുറിയുള്ള ഭാഗമൊക്കെ ഇങ്ങനെ തൊട്ടിട്ട് പറഞ്ഞു, ഫാത്തിമ, ഞാൻ ദുന്യാവിലെയും ആഖിറത്തിലെയും പ്രയാസങ്ങൾ പരിഹരിക്കാൻ നിങ്ങൾക്ക് നല്ലൊരു വഴി പറഞ്ഞിട്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അലിയും ശ്രദ്ധിക്കുകയാണ്, ഫാത്തിമയും കാതോർക്കുകയാണ്. ഈ പരാതിയുടെ ഭാണ്ഡങ്ങൾ അഴിച്ചു വെച്ചുകൊണ്ട് സമാധാനത്തിന്റെ വഴിയിലേക്ക്, പ്രയാസരഹിതമായ സന്തോഷത്തിലേക്ക് വഴിതെളിക്കുന്ന ഒരു കവാടമാണല്ലോ പ്രിയപ്പെട്ട പിതാവ് തുറക്കാൻ പോകുന്നത് എന്ന പ്രതീക്ഷയിൽ ഫാത്തിമ കാതോർക്കുകയാ. അലിയാര് ബദ്ധശ്രദ്ധനാണ്. ആ സമയത്ത് മുസ്തഫ നബി പറഞ്ഞു, അലിയെ ഫാത്തിമ, ഇത് ഈ സദസ്സിലുള്ള എല്ലാവരും ഒന്ന് നടപ്പിലാക്കണേ. സമാധാനമുള്ള ജീവിതം കൊടിക്കുന്ന പ്രിയപ്പെട്ട പെങ്ങള്, പ്രയാസരഹിതമായ ജീവിതം മോഹിക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഫാത്തിമയെ കേൾക്കുന്നതിനിടയിൽ ഈ സംഭവം പറയുമ്പോ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അമലായി ഞാനും നിങ്ങളോ കൊണ്ട് ഏറ്റെടുക്കാനുള്ള തീരുമാനത്തിലെത്തണേ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഫാത്തിമ അലിയേ, രോഗങ്ങളും മാറും, പ്രയാസങ്ങളും തീരൂ. അതിനുള്ള നല്ലൊരു പരിഹാരം ഞാൻ പറഞ്ഞു തരട്ടെ. രണ്ടുപേരും കാതുകൂർപ്പിച്ച് നിൽക്കുമ്പോ അള്ളാന്റെ റസൂല് പറയുകയാ, നിങ്ങൾ കിടക്കാൻ സമയത്ത് ഉദൂ ചെയ്തുകൊണ്ട് കിടക്കുന്നതിന്റെ മുമ്പ് ഒരു 33 വട്ടം സുബ്ഹാനല്ലാഹ്, 33 വട്ടം അൽഹംദുലില്ലാഹ്, 33 വട്ടം അല്ലാഹു അക്ബർ എന്ന് ചൊല്ലി കിടക്കണേ. ഫാത്തിമ കയ്യിന്റെ തയമ്പ് പോകുന്നതാ, കയ്യിന്റെ മുറിവ് പോകുന്നതാ, പ്രയാസങ്ങളുടെ പാറക്കെട്ടുകൾ മഞ്ഞുകളെ പോലെ ഉരുകുന്നതാ. പിന്നീട് ഫാത്തിമ പറയട്ടെ, പിന്നീട് അലിയാര് പറയട്ടെ, റസൂലുള്ള പറഞ്ഞതുപോലെ മരണം വരെ അലി ഫാത്തിമ ദമ്പതികള് കിടക്കാൻ തുടങ്ങുമ്പോ കിടക്കുന്നതിന് മുമ്പ് വിരിപ്പിൽ വെച്ചുകൊണ്ട് ചൊല്ലുന്നു 33 വട്ടം സുബ്ഹാനല്ലാഹ്, 33 വട്ടം അൽഹംദുലില്ലാഹ്, 33 വട്ടം അല്ലാഹു അക്ബർ. പിന്നീട് ഫാത്തിമ പറയട്ടെ, ഒരു 2 ദിവസം കൊണ്ട് എന്റെ കയ്യിന്റെ പൊളുവാന് മാറുകയാ.
കടക്കുകയാ, പാടുകൾ പമ്പ കടക്കുകയാ, രക്തം നിലച്ചു പോവുകയാ. പിന്നീട് എനിക്ക് പണിയെടുക്കുമ്പോ പാടുകൾ